തത്വശാസ്ത്രത്തെയും പ്രത്യയശാസ്ത്രത്തെയും കാറ്റിൽ പറത്തി അവസരവാദ നിലപാടാണ് ഇപ്പോൾ സിപിഎം സ്വീകരിക്കുന്നതെന്ന് കെപിസിസി പ്രസിഡന്റ് വി.എം. സുധീരൻ. സിപിഎമ്മുമായി കുലബന്ധം പോലുമില്ലാത്തവരെയും സിപിഎമ്മിനെതിരെ മുൻകാലങ്ങളിൽ പോരാടിയവരെയുമാണ് ഈ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥികളായി നിർത്തിയിരിക്കുന്നത്. ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഇതിൽ കൂടുതൽ എന്ത് ദയനീയാവസ്ഥ ഉണ്ടാകാനാണെന്നും സുധീരൻ അഭിപ്രായപ്പെട്ടു. യുഡിഎഫ് മണ്ഡലം കൺവെൻഷൻ ആലപ്പുഴയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സുതാര്യമായി ജനങ്ങളോട് പറയാൻ ഉത്തരവാദിത്തമില്ലേ? ചുരുങ്ങിയ പക്ഷം ആ റിപ്പോർട്ട് എങ്ങനെ വന്നു, ആരന്വേഷിച്ചു, ആരോടന്വേഷിച്ചു, ഇത് സംബന്ധിച്ച് ജനങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ ആ റിപ്പോർട്ട് പൂർണ്ണ രൂപത്തിൽ ഈ കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് പ്രസിദ്ധീകരിക്കാൻ അവർ തയ്യാറാകുന്നു. റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചു എന്ന് പറയുന്നു. പൊതുപ്രവർത്തനത്തെ അപഹാസ്യമാക്കിയ പ്രവർത്തന ശൈലിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടേതെന്ന് ചടങ്ങിൽ പങ്കെടുത്ത മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറഞ്ഞു. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഫാസിസ്റ്റ് നയങ്ങളാണ് ബിജെപിയുടേതെന്നും ഹിംസയിലൂടെ അടിച്ചമർത്തൽ നയമാണ് മാർക്സിസ്റ്റ് പാർട്ടിയുടേതെന്നും പറഞ്ഞ ഉമ്മൻചാണ്ടി അക്രമ രാഷ്ട്രീയം ജനങ്ങൾ ഒരു വിധത്തിലും അംഗീകരിക്കില്ലെന്നും അഭിപ്രായപ്പെട്ടു. ജനങ്ങൾ അംഗീകരിക്കാത്ത, ജനങ്ങൾക്ക് സ്വീകാര്യമല്ലാത്ത നിലപാടുകളും അതിന്റെ പേരിൽ നടത്തിയ സമരങ്ങളുമാണ് ഇന്ത്യൻ നേതാക്കളെ ജനസമ്മതി ഇല്ലാത്തവരാക്കിയതെന്നുള്ളതാണ്. ഇത് നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തനത്തിന് തന്നെ അപമാനകരമായി ശ്രമിക്കുന്നത്. മറ്റു പാർട്ടികളിൽ നിന്ന് നേതാക്കളെ കടമെടുത്ത് നിർത്തുന്നതിന് പകരം ജനങ്ങളിൽ നിന്ന് അകന്നുപോകാൻ കാരണമെത്തുന്ന ഒരു പുനർചിന്തനം മാർക്സിസ്റ്റ് പാർട്ടി നടത്തണമെന്നും അദ്ദേഹം പറഞ്ഞു. എന്നാൽ സ്ഥാനാർത്ഥി താല്പര്യമാണ് മാർക്സിസ്റ്റ് പാർട്ടിയെ തുലയ്ക്കുന്ന ഏറ്റവും വലിയ നിങ്ങൾ അവരുടെ സ്ഥാനാർത്ഥി പട്ടിക പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും. മാർക്സിസ്റ്റ് പാർട്ടിക്ക് സ്വന്തം സ്ഥാനാർത്ഥികളെ നിർത്താൻ കഴിയാത്ത അവസ്ഥയാണ്. അതിന് പ്രധാനപ്പെട്ട മറ്റൊരു കാരണം കൂടിയുണ്ട്. അച്യുതാനന്ദനെ അനുകൂലിക്കുന്നവരാളെ പോലും സ്ഥാനാർത്ഥിയാക്കണമെന്നുള്ള നിർബന്ധമുള്ളത് കൊണ്ടാണ് മറ്റ് പാർട്ടികളിൽ നിന്ന് സ്ഥാനാർത്ഥികളെ കടമെടുക്കേണ്ട ഗതികേട് സിപിഎമ്മിന് വന്നു ചേർന്നിരിക്കുന്നത്. അവരെ കാത്തിരിക്കുന്നത് ദയനീയമായ പരാജയമാണെന്ന് നമുക്കറിയാം. കഴിഞ്ഞ 5 വർഷക്കാലത്തെ ചരിത്രമെടുത്താൽ നമുക്കത് ബോധ്യപ്പെടും. 2016 ആലപ്പുഴ ബൈപ്പാസിൽ വണ്ടികൾ ഓടിത്തുടങ്ങുമെന്ന് പാർലമെന്റ് ഇലക്ഷനിൽ ജനവിധി തേടുന്ന കെ.സി. വേണുഗോപാൽ അഭിപ്രായപ്പെട്ടു. ഐശ്വര്യ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ ഡിസിസി പ്രസിഡന്റ് എ. ശുക്കൂർ തിരഞ്ഞെടുപ്പ് കമ്മിറ്റി രൂപീകരണ നിർദ്ദേശം അവതരിപ്പിച്ചു. ചടങ്ങിൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല, പി. തങ്കച്ചൻ, ബി. രാജശേഖരൻ, ആർ.എസ്.പി. സംസ്ഥാന നേതാവ് ആസീസ് തുടങ്ങിയവർ പങ്കെടുത്തു.